എല്ലാവർക്കും താങ്ക്സ് ഉണ്ട്. ഞാൻ ഒന്നും അങ്ങോട്ടൊന്നും ഒന്ന് മൂവിയോട്ടെ. ഞാൻ ഇന്ന് കൊടുത്തോട്ടെ. മൊബൈൽ ഇപ്പൊ ഇങ്ങനെ ഒരു എവിക്ഷൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും കിട്ടും. ഞാൻ പറഞ്ഞു നിങ്ങൾ തള്ളാതെ എന്റെ ബൈക്ക് തന്നിട്ട് പോകത്തുള്ളൂ. ഞാൻ ഹാപ്പിയാണ്. 90 ദിവസം നിൽക്കാൻ പറ്റിയെന്നുള്ള വലിയ കാര്യമാണല്ലോ. കാരണം ഇത്ര വലിയൊരു പ്ലാറ്റ്ഫോമാണ് ബിഗ് ബോസ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ പോകുക, ഞാൻ എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്. ഞാൻ ഈ സീസണിലേക്ക് ഏറ്റവും അത് ട്രൈ ചെയ്തു. എനിക്ക് ആ സീസണിൽ തന്നെ കിട്ടി. 90 ദിവസത്തോടെ ഇരിക്കാൻ വേണ്ടി സാധിച്ചു. അതിന് ഒരുപാട് ഹാപ്പിയാണ്. പിന്നെ നേരത്തെ അവർ ചോദിച്ച പോലെ എവിക്ഷൻ്റെ കാര്യം, ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ കോൺഫിഡൻ്റ് ആയിരുന്നു ഞാൻ നിൽക്കും എന്നുള്ള കാര്യത്തിനകത്ത്. ബട്ട് നമുക്ക് ഇറങ്ങേണ്ടി വരിക എന്ന് പറയുമ്പോഴത്തേക്കും പിന്നെ അവിടെ കൊണ്ട് കഴിഞ്ഞു. ഞാൻ എവിക്റ്റഡ് ആണെന്ന് പറയുമ്പോഴത്തേക്കും അത് കംപ്ലീറ്റ്ലി ഞാൻ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഉത്തരവാദിത്വം. അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുക, പിന്നെ അത് കംപ്ലീറ്റ്ലി അങ്ങ് മറക്കുക. ബാക്കി ഇപ്പം എന്തുകൊണ്ട് പുറത്തായി, ഇങ്ങനെ പുറത്തായി എന്നുള്ളത് ഞാൻ അതിനെപ്പറ്റി മനസ്സിലാക്കണം. എൻ്റെ ഭാഗത്ത് മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ അത് തിരുത്തണം. അങ്ങനെ ഞാൻ മനസ്സിലാക്കി എൻ്റെ ഭാഗത്തുള്ള മിസ്റ്റേക്സ് എന്താണെന്നുള്ളത് പല അഭിപ്രായങ്ങളൊക്കെ ഞാൻ കണ്ടു. തിരുത്തേണ്ടത് തിരുത്തും, അല്ലെങ്കിൽ അങ്ങനെ വിശ്വസിക്കുന്നില്ല. കാരണം എന്നെ സംബന്ധിച്ച് ഒരു അവിടെ പോയിട്ട് കോംബോ ഉണ്ടാക്കിയെടുത്തിട്ടൊന്നുമില്ല. അവിടെ എൻ്റെ ഫിസിക്കൽ കണ്ടീഷൻ ഭയങ്കര മോശമായ സമയത്ത് എൻ്റെ കൂടെ ശക്തമായിട്ട് നിന്ന, അല്ലെങ്കിൽ എനിക്ക് ഒരു 45 ദിവസം തിരിച്ച് കയറി ചെന്നിട്ട് 60ാമത്തെ ദിവസം വരെയുള്ള ദിവസങ്ങളിൽ എനിക്ക് 2 ഡേയ്സ് മാത്രമാണ് കംപ്ലീറ്റ് ആയിട്ട് ഡോക്ടർ റെസ്റ്റ് തന്നു. ബാക്കിയുള്ള എല്ലാ ദിവസവും 2 ദിവസം ഒഴിച്ച് ബാക്കിയുള്ള ദിവസം എനിക്ക് റെസ്റ്റാണ് ഡോക്ടർ പറഞ്ഞിരുന്നത്. 2 ദിവസം മാത്രമേ എനിക്ക് ആക്ച്വലി വെർബലി പോലും സംസാരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എനിക്ക് ഒരു ദിവസം, അതിങ്ങൾ കണ്ടോന്ന് എനിക്കറിയില്ല, എനിക്ക് പെർ ഡേയിൽ 12ഓളം മെഡിസിൻസ് ഒക്കെ എനിക്ക് കഴിക്കേണ്ട സിറ്റുവേഷൻസ് എനിക്കൊരു 10 ദിവസത്തോളം ഉണ്ടായിരുന്നു. അപ്പോൾ ആ 12 മെഡിസിൻ വരെ കഴിക്കേണ്ട സന്ദർഭത്തിൽ എൻ്റെ കൂടെ എൻ്റെ കൂടെ ഇങ്ങനെ കൈത്താങ്ങായിട്ട് നിന്നിരുന്ന ആൾക്കാരാണ് നന്ദനയും സായിയും അർജുനും അവരൊക്കെ. അപ്പം എന്നെ സംബന്ധിച്ചോളം അങ്ങനെ എൻ്റെ ഒരു മോശം സമയത്ത് എൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കാരെ അതൊരു കോംബോ ആയിട്ടോ അല്ലെങ്കിൽ അങ്ങനെ എനിക്ക് പുറത്ത് ക്രിയേറ്റ് ആയി പെട്ടതിനോട് എനിക്കൊന്നും പറയാനില്ല. മേ ബി അത് ടീമിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ വന്നേക്കാം. പക്ഷേ ഞാനത് കോംബോ ആയിട്ട് ഉണ്ടാക്കിയെടുത്തതൊന്നുമല്ല. അതെനിക്ക് മനസ്സിന് തന്ന സൗഹൃദങ്ങളും ഇഷ്ടങ്ങളുമാണ്. അത് ജീവിതകാലത്തിൽ എപ്പോഴും അങ്ങനെ ഉണ്ടാവും, അതിൽ മാറ്റം ഉണ്ടാവില്ല. ജാസ്മിന്റെ ഒരു എന്താ പറയാ, ഒരു ഫേവറബിൾ ആയിട്ട് ഗെയിം പോകുന്നതായിട്ട് തോന്നുന്നുണ്ട്. ജാസ്മിൻ ഒരു കപ്പ് എന്ന രീതിയിൽ ജാസ്മിൻ ഒരു കപ്പ് എന്നുള്ള രീതിയിലൊന്നുമല്ല. അവിടെ ഇപ്പം എന്താ പറയണ്ടേ, അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും എല്ലാവർക്കും തന്നെ. മാറ്റങ്ങൾ സ്ഥിരം എപ്പോഴും ഗെയിംസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരുടെയും കാര്യത്തിലുണ്ടാവും. അപ്പോൾ എൻ്റെ വ്യൂ പോയിന്റിൽ ഞാൻ കപ്പടിക്കുമെന്ന് പല സമയങ്ങളിൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ അത് പ്രേക്ഷകരുടെ വോട്ട് ഏതൊരു സമയത്ത് കുറഞ്ഞു പോകുന്നതുകൊണ്ട് ഞാൻ പുറത്തേക്ക് വന്നു. അത് ഒരാൾക്ക് ഫേവറബിളായിട്ട് ഒരു സീസൺ മുന്നോട്ട് പോകുമെന്ന് ഞാൻ കരുതുന്നില്ല.
എല്ലാവർക്കും അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും. ജാസ്മിൻ ഡൗൺ ഉണ്ടായിട്ടുണ്ട്, അപ്പ് ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക്. പക്ഷേ ശ്രീധുവിന്റെ കാര്യം പറഞ്ഞാൽ ഏഷ്യാനെറ്റ് സീരിയലിന്റെ ഒരു ഭാഗമായിട്ടുള്ള വ്യക്തിയല്ലേ ശ്രീധു. ഇതിനേക്കാളും മോശമായിട്ട് ഗെയിം കളിച്ചിട്ടും അങ്ങനെ മോശം ഗെയിം നല്ല ഗെയിം ഒന്നും കാരണം ഓരോ ആൾക്കാരും അങ്ങനെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓരോ ഇവിടെ നിൽക്കുന്ന നിങ്ങൾ എല്ലാവർക്കും തന്നെ ഒരിക്കലും സിജോനെയോ അല്ലെങ്കിൽ ജാസ്മിനെയോ ജിൻഡോനെയോ അർജുനെയോ ഋഷിനെയോ അഭിഷേകിനെയോ ശ്രീധുവിനെയോ അങ്ങനെ നിങ്ങൾക്ക് ഇപ്പോൾ എല്ലാവർക്കും പല പല അഭിപ്രായങ്ങളായിരിക്കും പറയാൻ പറ്റും. നിങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള ഉത്തരങ്ങളും കാണും. അപ്പോൾ ഓരോരുത്തരുടെ വ്യൂ പോയിന്റ് വ്യത്യസ്തമാണ്. ആ വ്യൂ പോയിന്റ് വ്യത്യസ്തമാകുമ്പോഴത്തേക്കും ഒരാളുടെ ഗെയിം മോശം, ഒരാളുടെ ഗെയിം നല്ലതെന്ന് ഒരിക്കലും നമുക്ക് പറയാനായിട്ട് പറ്റില്ല. ഫൈനലിലേക്കുള്ള റീ എൻട്രി അല്ലേ നടക്കുന്നത്? റോക്കി ബായിക്ക് ഒരു റീ എൻട്രി അത് എന്താണ് പിന്നെ അയാൾ റീ എൻട്രി ചെയ്യുന്ന കുഴപ്പം പുള്ളി റീ എൻട്രി പുള്ളിയോട് കയറി ഞാൻ റീ എൻട്രി ഇരിക്കാൻ പറ്റും. എനിക്ക് എന്താ കുഴപ്പം അതിനകത്ത് ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരിക്കലും എന്താ പറയണ്ടേ എൻ്റെ സ്വന്തമായിട്ടുള്ള കാര്യമല്ല. അവിടെ ഇപ്പോൾ ഇന്നാൾ വരരുത്, ഇന്നാൾ വരാൻ പാടില്ല, ഇന്നാൾ വരണമെന്ന് എനിക്ക് ഒരിക്കലും ആഗ്രഹിക്കാനോ ഒന്നുമില്ല. അയാൾ വന്നിട്ട് അയാൾ വരട്ടെ, ഞാൻ പോകും. ഞാൻ ഈ ആഴ്ച റീ എൻട്രി ചെയ്യുന്നുണ്ട്. ഞാൻ എന്തായാലും എനിക്ക് തോന്നുന്നു ഫ്രൈഡേ ആണെന്ന് തോന്നുന്നു, എനിക്കത് അറിയില്ല. അതിൻ്റെ ഡേറ്റ് പറയാനാണ് പറഞ്ഞേക്കുന്നത്. ആ ദിവസം ഞാൻ പോകും, ഫിനാലെ ഞാൻ പങ്കെടുക്കും, വിന്നറായിട്ടുള്ള ആൾക്ക് വേണ്ടി കൈയടിക്കും, എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്ന് നമ്മളെല്ലാവരും കൂടെ സന്തോഷത്തോടെ തിരിച്ചു വരികയും ചെയ്യും. സിജോ ഈ പറഞ്ഞ പോലെ ഇതിനകത്ത് സേഫ് ഗെയിം കളിക്കുന്നതായിട്ട് ആരെങ്കിലും തോന്നുന്നുണ്ടോ? അങ്ങനെ സേഫ് ഗെയിം ഒന്നല്ല ബ്രോ. നമ്മൾ പറഞ്ഞില്ല, ഓരോരുത്തരുടെ ഗെയിം വ്യത്യസ്തമായിരിക്കും. ഓരോ ആൾക്കാർ ഗെയിം കളിക്കുന്ന രീതി അത് അവരുടെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യമായിരിക്കും അവരെങ്ങനെ ഗെയിം കളിക്കുന്നു എന്നുള്ളത്. അതിപ്പോൾ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഇപ്പോൾ ഞാൻ പുറത്തിറങ്ങിയപ്പോഴത്തേക്കും ഞാൻ സോഷ്യൽ മീഡിയയ്ക്ക് നോക്കിയപ്പോഴത്തേക്കും ഞാൻ സംസാരിച്ച കുറച്ച് കാര്യങ്ങളൊന്നും എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. മേ ബി അതിപ്പോൾ 1 മണിക്കൂറത്തെ എപ്പിസോഡാണ് ഒരു ഉള്ളത്. അപ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് അത് ഭാഗ്യമാണ്, നമ്മുടെ ലക്കാണ്, അത് ഡിപ്പെൻസ് ആണ്. നമുക്ക് ചിലപ്പോൾ നമ്മൾ സംസാരിക്കുന്ന എല്ലാ കാര്യങ്ങളും എപ്പോഴും വരണമെന്നില്ല. ചിലത് വരാം, ചിലത് വരാതിരിക്കാം. അതൊരിക്കലും ആരും മനഃപൂർവ്വം ചെയ്യുന്നതല്ല, അതങ്ങനെ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അവിടെ ഓരോ ആൾക്കാരും ഗെയിം കളിക്കുന്നുണ്ട്. ഇപ്പം ഞാനിവിടെ പുറത്തു വന്ന ആളാണ്, ഞാൻ അവിടെ 7-ാമനായിട്ട് പുറത്തു വന്ന ആളാണ്. അതിനർത്ഥം എന്നെക്കാൾ മുന്നേ പോയ 18ഓളം ആൾക്കാർ എന്നെക്കാൾ മോശക്കാരാവുന്നല്ല, എന്നെക്കാൾ മിടുക്കന്മാരായിട്ടുള്ള ഒരുപാട് ആൾക്കാർ ആ കൂട്ടത്തിലുണ്ടാവും. അപ്പോൾ പുറത്ത് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ, അകത്ത് നിൽക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലല്ല നമ്മൾ നല്ലതും അല്ലെങ്കിൽ സേഫ് ഗെയിം അല്ലെങ്കിൽ സൂപ്പർ ഗെയിം എന്ന് പറഞ്ഞ് തരഞ്ഞിരിക്കുന്നത്. ഞാൻ നിങ്ങളോട് ചോദിക്കാം, അവിടുത്തെ ഏറ്റവും സൂപ്പർ ഗെയിമറാണ് പറയാൻ പറ്റുമോ? ഒറ്റ ഉത്തരം മാത്രം എല്ലാവർക്കും പറയാൻ പറ്റുമോ? നിങ്ങൾ പറഞ്ഞേ, അടുത്ത സൂപ്പർ ഗെയിമർ ആരാ? പറ, നിങ്ങൾ പറ. വേറെ ആരാളുണ്ട്? ജിന്ദാനായിട്ട് വേറെ ആരാളുള്ളത്? എന്തോ അപ്പോൾ എല്ലാവരുടെ അഭിപ്രായങ്ങൾ വ്യത്യസ്തമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന ആളെന്തായാലും വിന്നറാവും, 1ാം സ്ഥാനത്ത് വരും. അതങ്ങനെ സംഭവിക്കേണ്ട കാര്യമാണ്. അതിനകത്ത് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ സ്റ്റേറ്റ് ഗെയിമെന്നോ അല്ലെങ്കിൽ ഡിപ്ലോമാറ്റിക് ഗെയിമെന്നോ എന്നെ പൊളിറ്റിക്കൽ ഗെയിമറെന്നൊക്കെ എന്നെ വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്ത് വിളിച്ചാലും ഹാപ്പി. എന്തായാലും ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന ഒരാൾ വിന്നറാവട്ടെ. എല്ലാവരും നന്നായിട്ട് തന്നെ മുന്നോട്ട് പോകട്ടെ. എല്ലാവർക്കും വിജയ ആശംസകൾ ഞാൻ പറയുകയാണ്. എന്തായാലും നമുക്ക് ഫിനാലെ കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം ആരുണ്ടാവുന്നുള്ളത്. അങ്ങനെ എനിക്ക് അഭിപ്രായമില്ല. കാരണം എന്നെ സംബന്ധിച്ചും കപ്പടിക്കേണ്ട സിജുവായിരുന്നു. സിജു പുറത്തുണ്ട്. അപ്പം ബാക്കി ഇനിയിപ്പോൾ ഞാൻ എങ്ങനെയാണ് വേറെ ആൾ കപ്പടിക്കാൻ കാര്യം പറയാം. അങ്ങനെ എനിക്ക് എന്താ പറയണ്ടേ, ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന ആളല്ലേ കപ്പടിക്കുക. അപ്പം നമുക്കെല്ലാം കൂടെ വോട്ട് ചെയ്യാം. അപ്പോൾ ഏറ്റവും കൂടുതൽ ആ വോട്ട് കിട്ടുന്ന ഞാൻ വോട്ട് ചെയ്യുന്നില്ല ബ്രോ. അതെങ്ങനെ ഞാൻ പറയും? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ഇവിടെ ഇരുന്നിട്ട് ഞാൻ എൻ്റെ മോൾസ് അതിൻ്റെ ആളല്ല, ഏഷ്യാനെറ്റിൻ്റെ ആളല്ല, ഞാൻ മത്സരാർത്ഥിയാണ്. അപ്പം എനിക്ക് പറയാൻ പറ്റില്ല ആര് വിന്നറാവുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പിന്നെ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ, ഇന്നയാളെ വിന്നറാക്കാം എന്ന രീതിയിലായിരിക്കില്ലല്ലോ ഒരിക്കലും അവിടെ സംഭവം. എനിക്കത് തോന്നുന്നില്ല. ഇപ്പോൾ ഞാൻ എന്തുകൊണ്ട് എവിക്റ്റായി? കമ്പാരിറ്റീവ്ലി വോട്ടിൽ ഞാൻ 7ാം സ്ഥാനക്കാരനായിരിക്കാം, അതുകൊണ്ടായിരിക്കും ഞാൻ എവിക്റ്റ് ആയത്. അപ്പോൾ എൻ്റെ വ്യൂ പോയിന്റിൽ ഞാൻ മോശക്കാരനാണെന്നല്ല. ഇപ്പം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ബാക്കിയുള്ള 6 ആൾക്കാർക്ക് എന്നെക്കാൾ കൂടുതൽ വോട്ട് കിട്ടി, അതുകൊണ്ട് എനിക്ക് പുറത്ത് പോയിന്റ് വന്നു. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് എന്നെക്കാൾ കുറച്ചുകൂടെ മിടുക്ക് അവർക്ക് കൂടുതൽ ഉണ്ടായിരിക്കാം, അതുകൊണ്ട് അവർക്ക് കൂടുതൽ വോട്ട് കിട്ടി, അവരവിടെ നിൽക്കുന്നു. ഞാൻ പുറത്ത് പോയെന്ന് മാത്രമേ ഞാൻ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ. പറയുന്നത് അതിൻ്റെ അകത്തുള്ള ആണെന്ന രീതിയിൽ ഇല്ല ബ്രോ, അത് അച്ഛന്മാരാണ് പറഞ്ഞതല്ല, അത് എന്നോട് ചോദിച്ചാൽ ഞാനും ഉത്തരം പറയും. ആരാണ് നമുക്ക് ഒതുക്കിയിട്ട് നോക്കാം. എനിക്കൊരാളെ കാണാനുണ്ട്, എനിക്കൊരാളെ കാണാനുണ്ട്. അയ്യോ എനിക്കാളെ കാണാനുണ്ട്. ഞാൻ ഞങ്ങളുടെ ഏറ്റവും പീസ്ഫുൾ ഗെയിമറായിട്ടുള്ള ഞങ്ങളുടെ നിഷാന
പപ്പ പറഞ്ഞത് ആരും കാണിക്കില്ലെന്നാണ് ഒളിപ്പിച്ച് വെക്കാനാണ് പപ്പ പറഞ്ഞിരിക്കുന്നത്. സർപ്രൈസ് ലീക്കായി. അയ്യോ എന്താ പറയണ്ടേ? പപ്പ എന്നെ കൊല്ലും. പറയാം. അതെ ഇത് പേര് ബിനു എന്നാണ്. ഞങ്ങൾ വളരെ രഹസ്യമായി മുന്നോട്ട് വെച്ച് ആരും അറിയിക്കാണ്ട് ഒരു സെപ്റ്റംബർ ഒക്ടോബർ ഒക്കെ ആകുമ്പോൾ എല്ലാരെങ്കിലും പറഞ്ഞ് കല്യാണം കഴിക്കാമെന്നാണ്. അപ്പൊ എന്തായാലും ഇവിടെ തീക്കും ഇവിടെ നമുക്കെല്ലാം അങ്ങനെ ഇങ്ങനെ. അപ്പൊ പേര് ലീനു. മതിയായോ? സിജോ ഹാപ്പി അല്ലേ? ഹാപ്പിയാണ്. എല്ലാരും കണ്ടപ്പോൾ ഒരുപാട് ഹാപ്പി. ഇത്ര ആൾക്കാരെ ഒരുമിച്ച് കാണാൻ സാധിക്കുന്നത് വലിയ കാര്യമല്ലേ. അപ്പൊ ഞാനിതിന് പോയ സമയത്ത് ഞാൻ എയർപോർട്ടിലേക്ക് വരുന്ന സമയത്ത് ഇപ്പം എൻ്റെ തിരിച്ചേട്ടനും നമ്മുടെ ഷിമീരിക്കൊക്കെ ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് ഞാൻ ഒറ്റക്കാണ് കയറി പോകുന്നത്. അപ്പോൾ ഞാനിവിടെ തിരിച്ച് വരുമ്പോഴത്തേക്കും ലൈഫിൽ ആദ്യമായിട്ടാണ് ഇത്ര ആൾക്കാർ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതും അല്ലെങ്കിൽ എൻ്റെ അടുത്ത് ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത്. ഒരുപാട് ഹാപ്പിയാണ്. കാരണം ഞാനൊരു സീറോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത ആളാണ്. അതായത് ഒന്നുമില്ലായ്മയിൽ നിന്നും സ്റ്റാർട്ട് ചെയ്തു. ബിഗ് ബോസിലൊക്കെ എത്തിയ സമയത്ത് ഞാൻ ലാലേട്ടൻ എപ്പിസോഡ്സും പറഞ്ഞിട്ടുണ്ട്. 19 പേരിൽ ആ ഹൗസിലുണ്ടായിരുന്ന 19 പേരിൽ ഏറ്റവും കുറവ് ആൾക്കാർക്ക് അറിയാവുന്ന അല്ലെങ്കിൽ എല്ലാവർക്കും അങ്ങനെ അറിയില്ല. എൻ്റെ വീഡിയോസ് പ്രഡിക്ഷൻസിലൊക്കെ ആൾക്കാർ എന്നെ കണ്ടിട്ട് എൻ്റെ കുറച്ച് വീഡിയോസ് നോക്കിയതല്ലാണ്ട് ആർക്കും തന്നെ എന്നെ അറിയില്ല. അപ്പോൾ അതിൽ നിന്ന് ഞാൻ ഇവിടേക്ക് ഒരു 90 ദിവസം കഴിയുമ്പോഴത്തേക്കും എനിക്ക് ഈ രീതിയിലേക്ക് ഇവിടെ എത്താൻ സാധിക്കും എന്ന് പറയുമ്പോൾ അതെൻ്റെ വലിയൊരു വിജയമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. പിന്നെ എനിക്ക് ഒരു പ്രോബ്ലം ഉണ്ടായി. ഞാൻ തിരിച്ചവിടെ കയറുന്ന സമയത്തിലും ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം ആക്ച്വലി അതൊരു 49 ദിവസമാണ് എൻ്റെ ഹീലിംഗ് ടൈം പറഞ്ഞിരുന്നത്. 49 ദിവസം കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് ഹൗസിലേക്ക് ആക്ച്വലി എൻ്റർ ചെയ്യാൻ പറ്റുള്ളായിരുന്നു. പിന്നെ എൻ്റെ നിർബന്ധമായിരുന്നു എനിക്ക് കയറണം എന്നുള്ളത്. ഞാൻ അവിടെ ഒരുപാട് തവണ അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്തു എനിക്ക് കയറണം എന്നുള്ളത്. എന്നെ ഒരുപാട് നന്നായിട്ട് തന്നെ അവർ ടേക്ക് കെയർ ചെയ്തു. ഐ മീൻ ഏഷ്യാനെറ്റ് ആയിക്കോട്ടെ, എൻ്റെ മോഷൻ ആയിക്കോട്ടെ, അവർ ഏറ്റവും ബെസ്റ്റായിട്ടാണ് എന്നെ ട്രീറ്റ് ചെയ്തത്. ഹോസ്പിറ്റലായിക്കോട്ടെ, ആഫ്റ്റർ എൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുള്ള എൻ്റെ ഓരോ ദിവസങ്ങളും അവർ അത്രയും ബെസ്റ്റായിട്ടാണ് എന്നെ അവിടെ നോക്കിയത്. അതിനുശേഷം രണ്ടാമത്തെ മൂന്നാമത്തെ വീക്കിൽ എനിക്ക് വിഷു എപ്പിസോഡിൽ കയറണമെന്നുണ്ടായിരുന്നു. ഞാൻ വിഷു എപ്പിസോഡിൽ കയറണമെന്ന് ഞാൻ പറയുന്ന സമയത്തും എൻ്റെ അടുത്ത് അവർ പറഞ്ഞു, സിജോ ഇപ്പോൾ ഫിസിക്കലി ഇപ്പോൾ ഓക്കെ അല്ല, റെസ്റ്റ് എടുക്കണം. അങ്ങനെ എന്നെ ഡോക്ടറിൻ്റെ അടുത്ത് എല്ലാ വീക്കും കൊണ്ടുപോകും, ചെക്കപ്പ് നടത്തും. അങ്ങനെ ഞാൻ ഫിസിക്കലി ഓക്കെ ആയി. വായിലെൻ്റെ 4 സ്ക്രൂവും 12 ബാൻഡേജൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് അഴിച്ചതിന് ശേഷമാണ് ഞാൻ കയറുന്നത്. അപ്പോൾ അവരാണ് അത്രയും മനോഹരമായിട്ടാണ് എന്നെ നോക്കിയത്. അപ്പോൾ എന്നെ സംബന്ധിച്ചുള്ള എൻ്റെ ഈ യാത്രയിൽ ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. കാരണം ആ ഒരു രണ്ടാമത് റീ എൻട്രി എന്ന് പറയുന്നത് തന്നെ എനിക്ക് വിദൂരമായിരുന്നു ഒരുപാട്. പിന്നെ ഞാൻ അവിടെ അത്രയും ദിവസം ഞാൻ ചെന്നൈയിൽ തന്നെ അവിടെ നിൽക്കുമെന്ന് പറയുമ്പോഴത്തേക്ക് ഓരോ ദിവസം തള്ളി നീക്കുമെന്ന് പറയാൻ എന്നെ സംബന്ധിച്ച് ഒരുപാട് പ്രയാസകരമായിട്ടുള്ള കാര്യമായിരുന്നു. ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന ഒരാഴ്ച അതും എനിക്ക് ഭീകരമായിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഹോസ്പിറ്റലിൽ അവിടെ TV ഇല്ല, പത്രമില്ല, അങ്ങനെ ഒന്നും ഒരു കോണ്ടാക്റ്റും ഇല്ല. അങ്ങനെ നിൽക്കുമെന്ന് പറയുന്നത് വളരെ പ്രയാസകരമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ മാറി ഒരു 25 ദിവസത്തോളം ഞാൻ അവിടെ ഇങ്ങനെ ഒരു അണ്ടറിൽ താമസിച്ചിട്ട് തിരിച്ച് വരിക എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ നിങ്ങൾ എൻ്റെ തീപ്പൊരി പറ്റിയൊക്കെ ചോദിച്ചു, ഞാൻ പറയാം. അല്ല അതല്ല, ഇപ്പൊ ഞങ്ങളിപ്പോൾ ഓൾറെഡി ഇപ്പോൾ ഞാൻ നേരത്തെ പൈറ്റ് എടുത്തിട്ടില്ല. സംബന്ധിച്ചാൽ ഒരുപാട് ചർച്ചകൾ നടക്കുന്നു. സിജോയുടെ എവിക്ഷനെ പറ്റി ഭയങ്കര ചർച്ച നടക്കുന്നുണ്ട്. കാരണം സിജോ ഇപ്പൊ ഔട്ട് ആവേണ്ട ആളല്ല. സിജോ ഫൈനൽ 5-ൽ വരേണ്ട ആളാണ്. കപ്പടിക്കാൻ പോലും ചാൻസ് ഉള്ള ആളാണെന്ന് പുറത്തുള്ള വിഷയം. ഇപ്പൊ ഈ എവിക്ഷൻ അൺഫെയർ ആയിട്ട് സിജോക്ക് തോന്നുന്നുണ്ടോ? സത്യസന്ധമായിട്ട് കാര്യം പറയാം. അല്ല, അൺഫെയർ എന്നല്ല. ഞാനിവിടെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം എൻ്റെ പ്രതീക്ഷക്കൊത്ത് എല്ലാ കാര്യങ്ങളും നീങ്ങില്ല. എൻ്റെതല്ല, നമ്മുടെ
ഇപ്പം നമ്മൾ ആര് ബിഗ് ബോസ് മത്സരിക്കാൻ വേണ്ടി പോയാലും നമ്മുടെ എല്ലാവരുടെയും പ്രതീക്ഷയൊക്കെ ഒരിക്കലും ബിഗ് ബോസ് മുന്നോട്ട് പോവില്ല. ബിഗ് ബോസ് വളരെ അൺപ്രഡിക്റ്റബിൾ ആണ്, ഇത് മാറ്റി പിടിക്കുന്ന സീസണാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം നമ്മുടെ ആഗ്രഹങ്ങളാണ് നിൽക്കുക, അവിടെ മുന്നോട്ട് പോവുക എന്നുള്ളത്. ഇപ്പൊ എന്റെ കൂടെ ഉള്ള സായി ആയിക്കോട്ടെ, നിഷാനെ ആയിക്കോട്ടെ, നമ്പൂട്ടൻ ആയിക്കോട്ടെ, നമ്മുടെ എല്ലാവരുടെ ആഗ്രഹം എന്താണ്? അവിടെ 100 days നിൽക്കുക, കപ്പടിക്കുക എന്നുള്ള എല്ലാവരുടെ ആഗ്രഹം. പക്ഷെ നമ്മൾ പറഞ്ഞില്ല, അൾട്ടിമേറ്റ്ലി നമുക്ക് കിട്ടുന്ന വോട്ട്, നമ്മുടെ പെർഫോമൻസ്, പിന്നെ നമ്മുടെ ഭാഗ്യങ്ങൾ ഒരുപാട് നമ്മുടെ തുണക്കണം. കാരണം ഒരു ദിവസം നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്ന ആൾക്കാർ എപ്പിസോഡ് ആയിരിക്കാം, ലൈവ് കമ്പാരിറ്റീവ്ലി കൗണ്ട് നിങ്ങൾക്ക് അറിയാം എന്നെക്കാൾ കൂടുതലായിട്ട്. അപ്പം നമ്മൾ ഇപ്പം ഒരേ സമയത്ത് ലൈവിലാണെങ്കിൽ തന്നെ ഞാൻ ഇപ്പോൾ അവിടെ 10-12 പേരുള്ള സമയത്ത് ഞാൻ സംസാരിക്കുന്നു, സായി സംസാരിക്കുന്നു, ഞങ്ങളെല്ലാം പല സ്ഥലത്തായിരിക്കും സംസാരിക്കുന്നത്. അതിന്റെ അറ്റ് എ ടൈം എല്ലാ ഫുട്ടേജും പുറത്തു വരണമെന്ന് പോലും നിർബന്ധമില്ല. അതിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആ സമയത്ത് വരേണ്ട ഫുട്ടേജായിരിക്കും പുറത്തു വരുന്നത്. അപ്പോൾ നമുക്ക് ലക്ക് ഫാക്ടർ അതിനകത്ത് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ആഗ്രഹിക്കാം, പക്ഷേ പ്രേക്ഷകർ വോട്ട് ചെയ്ത് നമ്മളെ എത്തിച്ചാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ആ രീതിയിൽ എൻ്റെ ആഗ്രഹമായിരുന്നു എനിക്ക് ഫൈനൽ 5ലേക്ക് എത്തണം, കപ്പ് ഉയർത്തണം. പ്രത്യേകിച്ച് രണ്ടാമത് ഞാൻ വന്ന സമയത്ത് ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ട് 58 സീസൺ ഇന്ത്യയിൽ വന്നിട്ടുണ്ട്. അതിൽ ആദ്യമായിട്ടാണ് ഓപ്പറേഷൻ ചെയ്ത് പുറത്തു പോയി തിരിച്ചു വരുന്നത്. അപ്പോൾ എൻ്റെ മനസ്സിൽ അങ്ങനെ ആഗ്രഹം ഉണ്ടാവും, തീർച്ചയായിട്ടും ഒരു കപ്പടിക്കണം എന്നുള്ളത് അതിൻ്റെ ആഗ്രഹമായിരുന്നു. പക്ഷേ ആഗ്രഹം കംപ്ലീറ്റ് ആയില്ല എന്ന് വിചാരിച്ചിട്ട് എനിക്ക് ദുഃഖിച്ചിരിക്കാനോ അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയില്ലെന്ന് വെച്ചിട്ട് പറഞ്ഞാൽ വോട്ടിംഗ് അടിസ്ഥാനത്തിലാണെങ്കിലും സിജോയ്ക്ക് ഭയങ്കര ഫാൻ പവർ ഉള്ളതാണ്. പുറത്ത് സിജോ ഒരുപാട് അതിനകത്തുള്ള അൺഒഫീഷ്യൽ ആയിട്ടുള്ള വോട്ടിംഗ് ലിസ്റ്റിലൊക്കെ 4ാമത് വന്ന് സിജോ എങ്ങനെ ഔട്ടായി, അതാണ് ആൾക്കാർക്ക് അറിയുന്നത്. അങ്ങനെയല്ല, അതിപ്പോ 4ാമതെന്നുള്ളത് നമുക്ക് അൺഒഫീഷ്യൽ അല്ലേ? അത് ഓക്കെ, ഒഫീഷ്യൽ അല്ലല്ലോ. അല്ല അത് മനസ്സിലായി. ചിലപ്പോ ഒഫീഷ്യലി ചിലപ്പോ 6ാമതോ 7ാമതോ ആയിരിക്കാം, അല്ലാണ്ട് പിടിക്കെന്ന് പറയാൻ പറ്റും. അല്ല, ഇപ്പൊ ഫാൻസ് പവറിനെ പറ്റി സംശയമുണ്ടോ? അല്ല, അങ്ങനെ ഫാൻസ് പവർ എന്നല്ലല്ലോ. ഇപ്പൊ അവിടെ ഉള്ള ബാക്കി ഇപ്പൊ 6 പേരാകത്തില്ലേ, അവർക്ക് ഒരുപാട് ഫാൻസ് ഉള്ള ആൾക്കാരല്ലേ, അവരും പവർഫുൾ അല്ലേ. അപ്പൊ നമ്മളിപ്പം എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ പവർ കൂടുതലാണെന്ന് ഞാൻ പറഞ്ഞ എങ്ങനെ ശരിയാവും? അങ്ങനെയല്ല, നമുക്ക് എല്ലാവരും അവിടെ ഗെയിം കളിക്കുന്ന ആൾക്കാരല്ലേ, എല്ലാവരും പവർഫുൾ ആയിട്ടുള്ള ആൾക്കാരല്ലേ. അപ്പോൾ എന്റെ പവർ കൂടുതൽ, അവരുടെ പവർ കുറവെന്ന് ഒരിക്കലും എനിക്ക് പറയാനായിട്ട് സാധിക്കില്ലല്ലോ. അതെല്ലാം പിന്നെ ഞാൻ പറഞ്ഞില്ല, ലക്ക് ഫാക്ടർ അല്ലേ. അല്ല, ഇപ്പൊ ഞാൻ പറഞ്ഞ അവസാനത്തിലാണെങ്കിലും സിജോയും ശ്രീതും കൂടി ഒരുമിച്ചാണ് ടൈം വരുന്നത്. അപ്പോഴും ആൾക്കാർ നമുക്ക് പറയാൻ പറ്റില്ല. ശ്രീതുവിന് മറ്റേ തമിഴ്നാട്ടിലൊക്കെ ഒരുപാട് ഫാൻസ് ഉള്ള ഒരാളാണ് ശ്രീതു. അപ്പം അങ്ങനെയൊക്കെ സംഭവിക്കാം. നമുക്കൊരിക്കലും പറയാൻ പറ്റില്ലല്ലോ എവിടുന്നാണ് ആൾക്കാർ ഇഷ്ടപ്പെടുന്നത്, നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഇപ്പം ഞാൻ പറയുമ്പോഴത്തേക്കും എന്നെ ഇഷ്ടപ്പെടുന്ന ഇത്ര ആൾക്കാർ, അവർ ഇഷ്ടപ്പെടുന്നത് നമുക്കത് പറയാൻ പറ്റാത്തതുകൊണ്ടാണ് ഇന്ന ആൾക്കാർ എന്നുള്ളത്. അപ്പൊ ഞാനിപ്പോ പറയണേ, ഇപ്പൊ നമ്മള് ഒരുപാട് ആൾക്കാർ പുറത്ത് ചർച്ച നടക്കുന്നത് ഒരു ജാസ്മിന് ഫേവറേറ്റ് ആയിട്ടുള്ള സോയാണ് എന്ന് ഒരുപാട് നടക്കുന്നുണ്ട്. അങ്ങനെ അല്ല, അങ്ങനെയൊന്നും ഒരാൾക്ക് ഫേവർ ചെയ്യുന്ന ഒരു സീസൺ അങ്ങനെ ഞാനിതാണ് നോക്കി കാണുന്നതിന്. കാരണം ഞാൻ അതൊക്കെ മത്സരിച്ചൊരു വ്യക്തിയാണ്. അപ്പം ഒരാളെ ഫേവർ ചെയ്ത്, കാരണം ലാലേട്ടൻ തന്നെ എത്രയോ വീക്കെൻഡിൽ അവരെ ചോദ്യം ചെയ്തിട്ടുണ്ട്, പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഒരാളെ ഫേവർ ചെയ്ത് മാത്രം ഒരു ഷോ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ചോദ്യം ചെയ്യപ്പെടില്ല പുറത്തുനിന്ന്, തീർച്ചയായിട്ടും. അപ്പോൾ അകത്ത് നിൽക്കുമ്പോഴത്തേക്കും എന്നെ സംബന്ധിച്ചോളം ഞാൻ അങ്ങനെ ഒരാളെ ഫേവർ ചെയ്തതായിട്ട് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. നിങ്ങളല്ലേ പുറത്തുനിന്ന് കണ്ട ആൾക്കാർ, നിങ്ങളാണ് അതിനെപ്പറ്റി കൂടുതൽ പറയേണ്ട ആൾ. ഞാൻ അകത്ത് നിന്ന സമയത്ത് എനിക്ക് ഇന്നാളെ ഫേവർ ചെയ്തു, അങ്ങനെ സിജുവിന്റെ ഇതില് കപ്പടിക്കാൻ ചാൻസ് ഉള്ള ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന കപ്പടിക്കും, അത് ഞങ്ങൾക്ക് അറിയാം. എന്നാലും അല്ല, അങ്ങനെയല്ല. ഇപ്പൊ എന്നെ സംബന്ധിച്ചോളം ഇപ്പൊ എനിക്കിപ്പോ ഒരിക്കലും ഇന്ന ആള് കപ്പടിക്കുമെന്ന് എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല. കാരണം നേരത്തെ ബ്രോ ചോദിച്ച ചോദ്യം ഉണ്ടായിരുന്നു, സിജോ പുറത്ത് പോകില്ലെന്നല്ല വിചാരിച്ചിരുന്നത്. അഫ്കോഴ്സ് ഞാൻ പുറത്ത് പോകില്ലെന്നാണ് വിചാരിച്ചിരുന്നത്. അപ്പോൾ ഇപ്പം ഞാനിപ്പോൾ പറയണം ഇന്നാള് കപ്പടിക്കും എന്ന് പറയുന്ന അർത്ഥമില്ല. കാരണം ഓൾറെഡി എന്റെ പ്രഡിക്ഷൻ ഒരു തവണ തെറ്റിപ്പോയ ആളാണ്. അപ്പോൾ ഞാനിപ്പോൾ വീണ്ടും ഒന്നുകൂടെ പ്രഡിക്റ്റ് ചെയ്യാനായിട്ട് ഞാൻ എന്തിനാണ് അങ്ങനെ മുതിരുന്നത്? കാരണം അത് മാത്രമല്ല, ഞാൻ 6 പേരകത്തുള്ള ഈ ലാസ്റ്റ് ടൈമിൽ ഞാൻ വന്നിട്ട് ഒരാളുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇപ്പൊ നേരത്തെ ബ്രോ പറഞ്ഞ പോലെ സിജോനെ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാർ പുറത്തുണ്ടെങ്കിൽ അതപ്പം ഒരു വലിയ വേറൊരു രീതിയിലേക്ക് ഒരു ആംഗിളിലേക്ക് നമ്മൾ ഒരു ആംഗിളിലേക്ക് മാത്രം ചുരുക്കുന്ന പോലെ ആയിപ്പോ. ഇപ്പം 6 പേർക്കും എന്തായാലും എന്നെക്കാൾ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ പുറത്തുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പുറത്തും അവരകത്തും ഉള്ളത്. അവരിഷ്ടപ്പെടുന്ന ആൾക്കാർ ഉറപ്പായിട്ടും വോട്ട് ചെയ്യും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നമ്മളിപ്പോൾ 100 ദിവസത്തെ ഗെയിം കണ്ടില്ലേ, അപ്പൊ ഏറ്റവും മികച്ച രീതിയിൽ അവിടെ ആരാണോ ഗെയിം കളിച്ചിട്ടുള്ളത് അവർക്കാണ് വോട്ട് ചെയ്യേണ്ടത്. അപ്പൊ അതനുസരിച്ച് വിന്നർ ഉണ്ടാവും. അപ്പൊ അതിനാണ് മാറ്റി കൂടുന്നത് എപ്പോഴും. അല്ല, ഇപ്പൊ സിജോ ആണ് ഞങ്ങളുടെ അഭിപ്രായത്തിലും പ്രേക്ഷകരുടെ അഭിപ്രായത്തിലും ഏറ്റവും കൂടുതൽ നല്ലോണം കളിച്ചത് സിജോ ആണ്. കളിച്ചതിൽ ഒരാൾ ഇപ്പൊ കളിച്ചുകൊണ്ടിരിക്കുന്നതിലും ഒരാൾ സിജോ ആണ്. എന്തുകൊണ്ട് ഔട്ടായി എന്നാണ് ആൾക്കാർക്ക് അറിയേണ്ടത്? അത് എന്തുകൊണ്ടാണ്? അതാണ് ചോദ്യം. അതറിയാനാണ് ഞാൻ പുറത്തു വന്നിരിക്കുന്നത്. ഞാൻ അന്വേഷിക്കും കണ്ടെത്തുന്നതാണല്ലോ. ഞാൻ ഈ അന്വേഷിച്ചിട്ടുള്ളത് കണ്ടെത്താനായിട്ട് ഞാൻ ആക്ച്വലി ഫോൺ കിട്ടിയത് എനിക്ക് ഇന്നലെയാണ്. അപ്പൊ എന്നെ സംബന്ധിച്ചോളം ഞാൻ അന്വേഷിച്ചിട്ടല്ല അത് കണ്ടെടുത്തേണ്ടത്. എന്തുകൊണ്ട് ഞാൻ പുറത്ത് വന്നു എന്നുള്ളത് ഞാൻ ലാലേട്ടൻ എപ്പിസോഡിലും പറഞ്ഞിരുന്നു. ഞാൻ അവിടെ ചെയ്യുന്ന പ്രവർത്തികൾ ഞാൻ ഹാപ്പി ആയിരിക്കും. ഞാൻ ചെയ്യുമ്പോൾ എനിക്കറിയില്ല എന്തൊക്കെയാണ് ആൾക്കാർ കാണുന്നത്, എന്തൊക്കെ ആൾക്കാർ കാണുന്നില്ല എന്ന് എനിക്കറിയില്ല.
ഞാൻ പുറത്ത് വരുമ്പോൾ എനിക്ക് ഇനിയാണ് പരിശോധിക്കേണ്ടത്, എന്ത് കണ്ടു എന്ത് കണ്ടില്ല, എന്റെ ഭാഗത്ത് മിസ്റ്റേക്ക് എന്താണ്, അതെല്ലാം ഞാൻ ഇനിയാണത്. പിന്നെ ഒരു കാര്യം പറയാം, ഇപ്പൊ എന്റെ നന്ദൂട്ടൻ സായി അവർ ഞാൻ അവിടെ വെച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതെന്റെ ഒരു ബ്രദറാണ്, എന്റെ സിസ്റ്ററാണ്. അതൊരിക്കലും ബിഗ് ബോസിൽ പോയിട്ട് കോംബോ ഉണ്ടാക്കി വോട്ട് അങ്ങനൊന്നും അല്ല എന്റെ അർത്ഥം. ഞാൻ നേരത്തെ പറഞ്ഞു, ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. എന്നെ സംബന്ധിച്ചോളം എന്റെ ഏറ്റവും മോശം സമയത്ത് എന്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരാണ്. ഞാൻ പേരെടുത്ത് പറഞ്ഞിട്ടുണ്ട്, അർജുൻ, ശരണ്യ, സായി, നന്ദന എന്നുള്ള 4 പേരുടെ പേരെടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം എന്നെ സംബന്ധിച്ചോളം എന്റെ ഒരുപാട് മോശം കണ്ടീഷൻ. ഇപ്പോൾ ഹോട്ടൽ ടാസ്കിനിടയിൽ എനിക്ക് അവിടുന്ന് എനിക്ക് ഡോക്ടേഴ്സ് പറഞ്ഞത് സിജോ ഹോട്ടൽ ടാസ്കിൽ പങ്കെടുക്കാൻ പറ്റില്ല, മാറി നിൽക്കണമെന്നാണ് പറഞ്ഞത്. അപ്പോഴും ഞാൻ പറഞ്ഞത് എനിക്ക് മാറി നിൽക്കാൻ പറ്റില്ല, എനിക്ക് ഗെയിം കളിക്കണം. അന്ന് എനിക്ക് 1.5 മണിക്കൂറിനെ ട്രിപ്പ് ഇട്ട് കിടത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് 12 മെഡിസിൻ സൗണ്ട്സ് ഉണ്ടായിരുന്നത്, ഐ മീൻ ടാബ്ലറ്റ് സൗണ്ട്സ് ഉണ്ടായിരുന്നു. അപ്പം എന്നെ സംബന്ധിച്ചോളം ആ ഒരു മോശം സമയത്ത് എൻ്റെ കൂടെ നിന്ന ആൾക്കാരാണ് അവർ. അവരൊരിക്കലും ഗെയിമേഴ്സ് ഒന്നും അല്ല. ഇപ്പോൾ ഈ നിൽക്കുന്ന നന്ദൂട്ടനാണ് എന്നെ എല്ലാ ദിവസവും വന്നിട്ട് ചേട്ടാ ഈ മെഡിസിൻ കഴിക്കുക, ഈ വെള്ളം കുടിക്കുക. അപ്പോൾ അത് ഗെയിം അല്ലല്ലോ, അതൊരു നമുക്ക് ലൈഫിന്റെ ഭാഗമായിട്ട് നമുക്ക് കിട്ടുന്ന കുറച്ച് ആൾക്കാരാണ്. അവരെ നമുക്ക് ഗെയിമേഴ്സ് ആയിട്ട് കണ്ട് അല്ലെങ്കിൽ ഓപ്പോണൻസ് ആയിട്ട് കണ്ട് മത്സരിക്കാൻ പറ്റില്ല. അത് നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. അങ്ങനെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച കുറച്ച് ബന്ധങ്ങളാണ്. അല്ലെങ്കിൽ അവരിവിടെ വരേണ്ട ആവശ്യമില്ല. ഇപ്പോൾ സായിബ് മലപ്പുറത്തുനിന്നും അവർ തൃശ്ശൂരിൽ നിന്നൊക്കെ ഇവിടെ വരുന്നുണ്ടെങ്കിൽ ആ ആത്മബന്ധം ഉള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ അവർക്ക് ഇവിടെ വരേണ്ട ആവശ്യമില്ല. എത്ര ആൾക്കാർ കൊച്ചിയിലുണ്ട്. അപ്പോൾ അതൊരു ഓട്ടോമാറ്റിക്കലി അവിടെ നടക്കുന്നൊരു ബന്ധമാണ്, അവിടെ ഉണ്ടാകുന്നൊരു ബന്ധമാണ്. ഉണ്ടാക്കപ്പെട്ടതല്ല, അത് ഉണ്ടായി വന്നതാണ്. അതിനുള്ള വാല്യൂ എപ്പോഴും എനിക്ക് ഭയങ്കര ഹൈ ആയിരിക്കും. ഈ അർജുന്റെ കരച്ചിൽ നാടകമാണെന്നുള്ള ഞാൻ ഇട്ടേക്കുന്ന മാല അർജുൻ്റെയാണ്. അർജുൻ്റെ മാലയാണ് ഞാൻ ഇട്ടേക്കുന്നത്. എനിക്ക് അകത്തെയും പുറത്തെ കാര്യമൊന്നും എനിക്കറിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ അവിടെ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അവിടെ ഏറ്റവും ക്ലോസ് ആയിട്ടുണ്ടായിരുന്ന, അതായത് എന്നെ സംബന്ധിച്ചോളം എനിക്ക് അവിടെ ഏറ്റവും കൂടുതൽ ക്ലോസ് ആയിട്ടുണ്ടായിരുന്ന 4 ആൾക്കാരുടെ പേര് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ ഒരു 5ാമത്തെ ആളുടെ പേര് ഞാൻ പറഞ്ഞിട്ടില്ല ഇവിടെ. ആ ആൾക്കാരുടെ കൂട്ടത്തിൽ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരാൾ കരയുമ്പോഴത്തേക്കും അയാൾ കള്ളക്കരച്ചിലാണ്, മറ്റാണ്, മറിച്ചാണ് പറയുന്നതോട് എനിക്ക് പേഴ്സണലി ഒട്ടും അത് ഞാനെന്ന് പറഞ്ഞ വ്യക്തി അങ്ങനെ ഒരിക്കലും പറയില്ല. പിന്നെ ഞാനും അർജുൻ എങ്ങനെയായിരുന്നു ഞങ്ങൾക്ക് അറിയാം അവിടെ വെച്ചിട്ട്. അത് പുറത്ത് വന്നിട്ട് പ്രൂവ് ചെയ്യുക, അത് അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഈ ഒരു സൗഹൃദത്തെ അല്ലെങ്കിൽ ഒരു ബന്ധത്തെ എന്തിനാ പ്രൂവ് ചെയ്യാൻ നിൽക്കുന്നേ? നമുക്ക് കാണാം. അപ്പോ മൈക്ക് കള്ളെന്ന് പറയുന്നില്ല, മൈക്ക് എടുത്തു, സാധനം കയ്യിലുണ്ട്. പിള്ളേരെ വായോ, നിങ്ങൾ 4 പേരും അച്ചു അച്ചു ഒരു മിനിറ്റ് അച്ചു 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 കുഞ്ഞിനെ ആളൊന്നും പരിചയപ്പെടുത്തില്ല കേട്ടോ. എന്തോ ആളൊന്നും പരിചയപ്പെടുത്തില്ലേ? ഞങ്ങൾ ഉണ്ടായില്ലല്ലോ. കേറി വാ അടുത്തേക്ക് പരിചയപ്പെടുത്തോ. ഇദ്ദേഹത്തിന്റെ പേര് ലിനു എന്നാണ്, കോട്ടയമാണ് സ്വദേശം. ഞങ്ങള് ഇത് ഒഫീഷ്യലി ഇവിടെ വെച്ച് ഞങ്ങൾ അനൗൺസ് ചെയ്യണമെന്ന് വിചാരിച്ച കാര്യമൊന്നുമല്ല. മെയിൻലി ഇവരുടെ പപ്പ എന്നെ ഒത്തിരി വഴക്ക് പറയും. കാരണം ഞങ്ങളങ്ങനെ ഒഫീഷ്യലി പുറത്ത് വിട്ടിട്ടില്ല ഈ കാര്യങ്ങളൊന്നും തന്നെ. എനിക്കറിയാം സോഷ്യൽ മീഡിയ ആണ്. ഞാൻ ബിഗ് ബോസിന് പുറത്ത് വരുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് ഇതതിൻ്റെ ഭാഗമായിട്ട് സംഭവിക്കുന്ന കാര്യമാണ്. അപ്പോൾ ആ ഉത്തരവാദിത്വം ഞാനും ഏറ്റെടുക്കുകയാണ്. കാരണം നിങ്ങളാണ് ഇവിടെ എല്ലാം. കാരണം മീഡിയ എന്ന് പറയുന്നത് ഇതിൻ്റെ വലിയൊരു ഭാഗമാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ റെസ്പെക്ട് ചെയ്യേണ്ടത്, ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടത്, ഏറ്റവും കൂടുതൽ ഞാൻ സ്നേഹിക്കേണ്ടത് നിങ്ങളെയാണ്. ആ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുത്തുകൊണ്ട് ഞാൻ പറയുകയാണ്. ഞങ്ങളുടെ കല്യാണം ഒരു സെപ്റ്റംബർ മുന്നേ, ഓഗസ്റ്റ് ലാസ്റ്റ് സെപ്റ്റംബർ ആകുമ്പോൾ കല്യാണം ഉണ്ടാവും. എത്ര മതി എന്തോ എന്താ തോന്നുന്നത്? അതൊക്കെ പറയാം. അതിന്റെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്, പറയാം. അമ്മയ്ക്കറിയായിരുന്നോ ഈ പ്രണയം? അമ്മയ്ക്കറിയാം. ചേട്ടന്റെ ബിഗ് ബോസിലുള്ള ഗെയിം എങ്ങനെ ഉണ്ടായിരുന്നു? ഓക്കെ, നമുക്ക് ബാക്കിയപ്പോ ഓക്കെ നമുക്ക് സംസാരിക്കാം. ഓക്കെ അല്ലേ? ഒരു മിനിറ്റ് അനീഷേട്ടാ, ഫോളോ ചെയ്യുന്നുണ്ട്. ഞങ്ങളവിടെ എത്തിക്കൊണ്ടിരിക്കും. കാറിലല്ലേ? ഞങ്ങൾ എന്തേ
കോംബോ പറഞ്ഞു കഴിച്ചില്ല ഭക്ഷണം പോലും കഴിക്കാതെ ഞാൻ ഹാപ്പി അല്ലേ എങ്ങനെ ഇല്ല ഞാൻ ഹാപ്പിയാണ് ഹാപ്പിയാണ് പിന്നെ ഓഗസ്റ്റ് ഇനി എനിക്കൊന്നുകൂടെ പോകണം ചെറിയ പരിപാടീസൊക്കെ ബാക്കിയുണ്ട് അതല്ല അതിന്റെ സർജറി ഓക്കെ ഇനി നമുക്ക് ബാക്കി പിന്നെ വിൻചോടെ എന്റെ പെട്ടി ദേഷ്യമൊന്നുമില്ല ഞാൻ പറഞ്ഞില്ല അത് അവിടെ കട്ട് ചെയ്തു അത് നീ ഇല്ലല്ലോ കൊച്ചു എന്തിനാ പറഞ്ഞിട്ട് നീ ഇവിടെ വണ്ടി ഏത് വണ്ടി എവിടെയാ മൂന്ന് പേര് ഫോട്ടോ എടുക്കണം ഫോൺ എല്ലാം എടുക്ക ക്യാമറ ഒരു മിനിറ്റ് ഞാൻ ഫോട്ടോ അയച്ചുതരാം. നിന്റെ ഫോണോ ഓക്കെ അല്ലേ? ആരാധികയാണോ? എന്റെ ദിവസമായിട്ട് ഭയങ്കര കരച്ചിലെന്ന് പറഞ്ഞിട്ടുള്ളൂ. ആരാധിക. ആ എനിക്ക് മെസ്സേജ് അയച്ചിട്ട് ഞാനൊന്നും കഴിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എടുത്തിട്ടുണ്ടല്ലേ? അതെ. ഞാൻ പറഞ്ഞു നിങ്ങളൊക്കെ ഫുഡ് കഴിക്കുന്നതാണ് അവിടെ ചിക്കൻ ബിരിയാണി മട്ടൻ ബിരിയാണി ന്യൂഡിൽസ് എല്ലാം കഴിക്കുന്നുണ്ടായിരുന്നു. കുഴപ്പമില്ല സമയം എടുക്കും കഴിക്കും. എടാ നിങ്ങൾ രണ്ടുപേരും ഒരു ഫോട്ടോ ഭയങ്കര ആരാധിക. ഓക്കെ ദിയ എടുത്തോ. ഓക്കെ അതെ ഇവരെവിടെയാ കാണണം എന്ന് പറഞ്ഞേ? അതുകൂടെ എവിടെയാ ഞങ്ങൾക്ക് ഒരു പാട്ട് ഞങ്ങൾക്ക് ആ പാട്ട് ഏത് പാട്ട് അതാ ഇപ്പഴത്തേക്ക് അവിടെ കറക്റ്റ് കറക്റ്റ് ആ ഒത്തിരി ബാക്ക് ഒത്തിരി ആ പാട്ടൊന്ന് പാടാ. അത് ക്രിഞ്ചാണെങ്കിലും എന്താണെങ്കിലും നമ്മളെ സംബന്ധിച്ചോളം ഞങ്ങളെ സംബന്ധിച്ചുള്ള കുറച്ച് വാല്യൂബിൾ ആയിട്ടുള്ള കാര്യം തന്നെയാണ്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നമ്മളിപ്പോ ഒരു സഹോദരൻ കിട്ടുക, ഒരു സഹോദരി ഉണ്ടാകുക, അത് ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അത് ഉണ്ടാക്കിയെടുത്തല്ല, അത് ഉണ്ടാകുന്ന സംഭവമാണ്. അതിലെപ്പോഴും നമുക്ക് ഹൃദയത്തിനകത്തൊരു വാല്യൂ ഉണ്ടാവും. ആ വാല്യൂ എപ്പോഴും കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ പഠിച്ചിട്ടുള്ള പാഠം. അങ്ങനെ എനിക്ക് കിട്ടിയ രണ്ടാൾക്കാരാണ് ഇവര്. അതിൽ എപ്പോഴും ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ആ കാര്യത്തിനകത്ത്. ആരും സംസാരിച്ചു പറഞ്ഞാലും എന്ത് പറഞ്ഞു പറഞ്ഞാലും
അതിപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാകുന്ന നെഗറ്റീവ് കാര്യങ്ങളൊന്നുമല്ല. അതിനപ്പുറത്തേക്ക് നമുക്ക് കിട്ടിയ വാല്യുബിൾ ആയിട്ടുള്ള 2 കാര്യങ്ങളാണ്. ഇതിപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിനെപ്പറ്റി, ബിഗ് ബോസ് ഹൗസും പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇല്ലാത്ത സമയത്ത് എൻ്റെ ഒരു ബോട്ടിൽ പിടിച്ചുകൊണ്ട് പൊക്കി നടത്തുന്ന ആളാണ്. എനിക്ക് ഓരോ മെഡിസിൻ ഉണ്ടാകുന്ന സമയത്ത് ആ മെഡിസിൻ കുടിച്ചിട്ടുണ്ട്, ഇക്കട ഇത് കഴിച്ചു, കഴിക്കുന്നു പറഞ്ഞാൽ പല നമ്മൾ കണ്ടിട്ടുള്ള ഫുഡിന് അപ്പുറത്തേക്ക് മറ്റു പല കാര്യങ്ങളും ഉണ്ടാവും. അതിപ്പോ എന്താ പറയണ്ട, അത് നമുക്ക് ഒരു ഇപ്പോഴെല്ലാം കാണിക്കാൻ പറ്റണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ സംഭവിക്കില്ല. അപ്പൊ നമുക്ക് ഞങ്ങൾക്കറിയാമല്ലോ എന്താണ് സംഭവിക്കുന്നത്, ഞങ്ങൾക്കുള്ളിൽ അറിയാമല്ലോ. അപ്പൊ അനിയത്തി പാടിക്കോ. അഭിചേട്ടാ കേട്ടി അറിയോ പാടില്ല. അനിയത്തി ഒന്നുകൂടി അനിയത്തി നടക്കട്ടെ അല്ല ഒന്നുകൂടി ഇല്ലല്ലേ ആ റെഡി നമ്മളവിടെ മൂവ് ചെയ്യാം. ഓക്കെ ശരി, താങ്ക് യു. അലീനൊക്കെ എന്തേ ഉണ്ടോ? അലീന പെങ്ങളൊക്കെ അടാ അവിടെ അമ്മയൊക്കെ സായിയൊക്കെയോ? അപ്പോ ഓക്കെ ഒരു മിനിറ്റ് അപ്പൊ ഇനി ചാനലൊക്കെ ആക്റ്റീവ് ആക്കുമല്ലേ പഴയ പോലെ തന്നെ? ഉറപ്പായിട്ടും ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് നമുക്ക് ഫിനാലൊക്കെ നമുക്ക് തിരിച്ചു പോകണ്ടേ. അങ്ങനെ തിരിച്ചു പോയിട്ട് വന്നിട്ട് ശേഷം നമുക്ക് അപ്പോഴുള്ള ജോലിയില്ല ബ്രോ. നമ്മള് സോഷ്യൽ മീഡിയയിൽ നിങ്ങളെ പോലെ ഞാൻ സജീവമായിട്ടുണ്ടായിരുന്ന ആളാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യണം. പിന്നെ നമ്മൾ ബിഗ് ബോസിൽ ചെന്നതിന് ശേഷം നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും കൃത്യമായിട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ അതിന് വേണ്ടി ട്രൈ ചെയ്യും ഉറപ്പായിട്ടും. പിന്നെ എൻ്റെ ഹെൽത്ത് ഓക്കെ ആക്കി എടുക്കണം. എനിക്ക് ഏകദേശം ഒരു 12.5 കിലോ എനിക്ക് ലോസ് ആയിട്ടുണ്ട്. അപ്പം എനിക്ക് എൻ്റെ ബോഡി വെയിറ്റ് നോക്കിയാക്കി എടുക്കണം. അപ്പോൾ അതിന് കുറച്ച് എനിക്ക് ഇത്ര നാൾ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു വർക്കൗട്ടിനും കാര്യങ്ങൾക്കും ഒക്കെ, ഫുഡിനകത്തും ഒക്കെ. അപ്പോൾ അടുത്ത വീക്കിലൂടെ ഒരു അങ്ങനെ ഞാൻ ബാക്കിയിരിക്കുന്നു. മറന്നു പോയത് ആരൻസിപ്പല്ലേ ഒന്ന് മാറും. ബ്രോ റോക്കി ബ്രോയുടെ മീറ്റിംഗ് പ്ലാൻ ചെയ്യുന്നുണ്ടോ? ഇല്ല ബ്രോ, ഞാൻ അങ്ങനെ ഒന്നും പ്ലാൻ ചെയ്യുന്നൊന്നുമില്ല. എന്തിനാ അത്? അതിനെപ്പറ്റി നമുക്ക് പിന്നീട് സംസാരിക്കാം, ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. ഞാനത് ഓർക്കാൻ ആഗ്രഹിക്കുന്നില്ല ആ ഒരു സംഭവത്തെ പറ്റി. ഞാൻ എന്തിനാണ് ഓർത്തിട്ട് അതിനെ എന്താ പറയണ്ടേ, എനിക്ക് അനുഭവിക്കേണ്ടത് അനുഭവിച്ചു കഴിഞ്ഞു. അതിനകത്ത് ഞാൻ ഇനി പരാതിപ്പെട്ടിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ബേസിൽ ഇനി ആലോചിച്ചിട്ടോ ചർച്ച ചെയ്തിട്ടോ പ്രത്യേകിച്ച് എനിക്കൊരു ഗുണമില്ല. എനിക്കൊരു ഗുണമില്ലാത്ത കാര്യം അല്ലെങ്കിൽ എനിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യത്തെപ്പറ്റി ഞാൻ എന്തിനാണ് ഒരു മീറ്റിംഗ് വെക്കുന്നത്, ഞാൻ എന്തിനാണ് സംസാരിക്കുന്നത്? അപ്പോൾ അതില്ല. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഓഗസ്റ്റ് 5-ാം തീയതി എനിക്കിനി അടുത്ത് എൻ്റെ ഒരു ചെറിയ ഓപ്പറേഷൻ കൂടെ ഉണ്ട്. എന്നെ സംബന്ധിച്ചോളം എൻ്റെ ജേർണിയുടെ ഭാഗമായിട്ട് ഇപ്പോൾ നിൽക്കുന്നതാണ്. എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. അങ്ങനത്തെ സംഭവത്തിൽ ഞാൻ എന്തിനാണ് വീണ്ടും അതിനെപ്പറ്റി എന്തിനാണ് ഞാൻ ഒരു മീറ്റിംഗ് വെച്ച് ചർച്ച ചെയ്യുന്നത്? അതേപോട്ടൊരു ഫ്രണ്ട്ഷിപ്പ് കൊണ്ടുപോകാൻ താങ്കൾക്ക് ആഗ്രഹമുണ്ടോ? എന്തോ അതേപോട്ടൊരു ഫ്രണ്ട്ഷിപ്പ് കൊണ്ടുപോകാൻ താങ്കൾക്ക് ആഗ്രഹമുണ്ടോ? എനിക്കിങ്ങനെ വ്യക്തമായിട്ടുള്ള മറുപടി ഉണ്ട്. നമുക്കൊരു ദിവസത്തെ അതിനെപ്പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. കാരണം ഞാനൊരു അറ്റയും മൂലവും മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. സംസാരിക്കുമ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യണം. ഞാനത് കംപ്ലീറ്റ് ചെയ്തിട്ട് ഉറപ്പായിട്ട് അതിനെപ്പറ്റി സംസാരിക്കാം. നിങ്ങൾ ചോദിക്കുന്ന എല്ലാ ചോദ്യത്തിനും എനിക്ക് കൃത്യമായിട്ടുള്ള മറുപടി ഉണ്ടാവും. അത് നമുക്കൊരു അവസരത്തിൽ കംപ്ലീറ്റ് ആയിട്ട് സംസാരിക്കാം. കാരണം ഞാനിപ്പോൾ ഒരു ചെറിയ ഭാഗം മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തമ്മിലിൽ ടൈറ്റിൽ കൊടുക്കും. അതൊരു രാസം എനിക്ക് പണിയാവും. അതുകൊണ്ട് അങ്ങനെ വെക്കരുത്.
നമുക്ക് ഒരു ദിവസം ഡീറ്റെയിൽ ആയിട്ട് പറ്റി സംസാരിക്കാം. കുറെ കാര്യങ്ങളുണ്ടല്ലോ, നമുക്ക് ഉറപ്പായിട്ട് പറ്റി സംസാരിക്കാം. ഓക്കെ ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും താങ്ക്സ്. എല്ലാവർക്കും താങ്ക്സ്. ഓക്കെ, ഓ താങ്ക് യു. താങ്ക്സ് സോ മച്ച്. കാണാം എല്ലാവർക്കും കേട്ടോ. ഓക്കെ പോകട്ടെ. അമ്മ നിഷാന വരുന്നില്ലേ? നീ വരുന്നില്ലേ? ആ നിങ്ങളാ? ആ നീ വരുമല്ലോ.